എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ മാഡം. ജീവിതത്തിൽ അധികം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം എല്ലാം നഷ്ടപ്പെട്ട നമുക്കത് താങ്ങാൻ പറ്റില്ല. എങ്കിലും അടിയുറച്ച ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു തകർച്ച നമ്മളെ തളർത്തില്ലെന്തു. എപ്പോഴും മുന്നിലേക്ക് പോകാനുള്ള വഴിയും ഊർജവും ഭഗവാൻ നമുക്ക് തരും, അതുറപ്പാ. ഇന്ദുവിന് വീട്ടിൽ പോണെങ്കിൽ പോയിക്കോളൂ. ഇന്നിനി മനസ്സിലൊരു സങ്കടമായിട്ടിരിക്കണമെന്നില്ല. അച്ഛനും അമ്മയും പോയ ക്ഷേത്രത്തിലേക്ക് ഇന്ദുവിനെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ കാറിൽ അയക്കാം. വേണ്ട മാം, അവര് പോയത് അല്പം ദൂരെയാ. ഞാനിനി പോകുന്നില്ല. ആഫ്റ്റർനൂൺ ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. ഒറ്റയ്ക്കിരുന്ന് കുറച്ചു നേരം കരഞ്ഞ മനസ്സിന് ആശ്വാസവും. വിഷമിക്കാതെടോ, എല്ലാം ശരിയാവും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. മാഡത്തിന്റെ സമയം കളയുന്നില്ല. ബീച്ച് സൈഡിലെ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. താനെന്ന് മിനിസ്റ്ററെ കണ്ട് സംസാരിച്ചുകൊണ്ടാ എല്ലാം ശരിയാവുന്നത്. അവരെന്താ പറഞ്ഞത്? നോട്ടീസ് പിൻവലിക്കോ? മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് അവർക്ക് കോൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ നമ്മുടെ ഫയലിൽ എന്തോ മാനിപ്പുലേഷൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതാരാണെന്ന് മനസ്സിലായാൽ അവരെ പിടിച്ചാൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇവരൊക്കെ എന്തിനാ നമ്മളെ വെറുതെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത്? നമ്മളാരും അവർക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ അവർക്ക് ഉപകാരം ചെയ്തിട്ടില്ലല്ലോ. നമ്മളെ ദ്രോഹിച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെങ്കിൽ അവരതിന് തയ്യാറാവും, അത്രേ ഉള്ളൂ. നമ്മളെ ദ്രോഹിച്ച അവർക്ക് എന്ത് പ്രയോജനം കിട്ടാനാ? ആരെങ്കിലും കൈക്കൂലി കൊടുത്തിട്ട് നമുക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ പോരെ? നമ്മളെ ദ്രോഹിക്കാൻ നടക്കുന്നവർക്ക് അത് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ലേ? എടോ, മനുഷ്യന്റെ മനസ്സിൽ അസൂയയും പകയൊക്കെ ഉണ്ടായാൽ എതിരാളിയെ നശിപ്പിക്കാനായി അവരേതറ്റം വരെയും പോകും. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രയോജനത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ അവർ ചിന്തിക്കില്ല. മനസ്സിന്റെ അല്പനേരത്തെ തൃപ്തിയാണ് പ്രധാനം. കഷ്ടം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആരെയൊക്കെ ദ്രോഹിച്ചും കഷ്ടപ്പെടുത്തിയും എന്തൊക്കെ നേടിയാലും അതൊന്നും നിലനിൽക്കുന്നതല്ലെന്ന് ആരും മനസ്സിലാവാത്ത എന്താണാവോ? എടോ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളാണ് ശരിയെന്നല്ലേ നമ്മൾ ചിന്തിക്കുക. അത് തെറ്റാണെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്കല്ലേ? ശരിയും തെറ്റുമൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ചിന്താഗതിയൊക്കെ അനുസരിച്ച് മാറി മാറി വരും. ആദർശേട്ടൻ പറഞ്ഞത് ശരിയാ. ഒരു കാര്യത്തെ ആളുകൾ പല രീതിയിലാണല്ലോ കാണുന്നതും വിലയിരുത്തുന്നതും. അതിന്റെ വ്യത്യാസ. എല്ലാവരും ഒരുപോലെ ആയാലും ഈ ലോകം യാന്ത്രികമായിപ്പോവും. അതാവും ഈശ്വര സൃഷ്ടികൾക്ക് വൈവിധ്യങ്ങൾ ഉണ്ടാക്കിയത്. രൂപത്തിലും ചിന്തകളിലും എല്ലാം ഒന്നിനൊന്നിനോട് സാമ്യമില്ലല്ലോ. എടോ, താൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങല്ലേ? താനെന്താ പെട്ടെന്ന് സൈലന്റ് ആയത്? എന്താ ആലോചിക്കുന്നത്? ഞാൻ പെട്ടെന്ന് നമ്മുടെ പുതിയ സ്റ്റാഫ് ഇന്ദുവിന്റെ കാര്യം ആലോചിച്ചതാ. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇന്ദുവിനെ കുറിച്ച് ആലോചിക്കാൻ? അറിയില്ല, പെട്ടെന്ന് ആ കുട്ടിയുടെ മുഖം മനസ്സിലേക്ക് വന്നു. ആ കുട്ടി ഏതോ സ്വപ്നലോകത്താണ് ജീവിക്കുന്നത്. ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധക്കുറവാ. ഇന്ന് തന്നെ അവള് ചെയ്തു വെച്ച താൻ കണ്ടില്ലേ? താനിത് പെട്ടെന്ന് ശരിയാക്കി തന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആ പേര് തെറ്റിപ്പോയത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിലോ? ഇവിടെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് മറ്റെല്ലാവരും അനുഭവിക്കേണ്ടി വരും. ആദർശേട്ടൻ പറഞ്ഞത് ശരിയാ. പക്ഷേ ഇന്ദുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താന്ന് മനസ്സിലായപ്പോ എനിക്ക് ആ കുട്ടിയുടെ സഹതാപ തോന്നിയ. ഇന്ദുവിന് എന്ത് സംഭവിച്ചെന്നാ താൻ പറയുന്നത്? ഇന്ന് ലീവ് വേണോന്ന് ഇന്ദു ഓഫീസിൽ ചോദിച്ചിരുന്നു. ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അടുത്ത ആഴ്ച ലീവ് കൊടുക്കാന്ന് സീനിയർ സ്റ്റാഫ് പറഞ്ഞു എന്നാ ഇന്ദു പറഞ്ഞത്. അത് ശരിയല്ലേടോ, ആ കുട്ടി വന്നതല്ലേ ഉള്ളൂ. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ പെട്ടെന്ന് അങ്ങനെ ലീവ് ചോദിച്ചാ അത് കൊടുക്കാൻ പറ്റുമോ? ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവില്ല ആദർശേട്ടാ. ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വന്നാൽ എന്താ ചെയ്യാ?
ഒഴിവാക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നത്തിനാ ഇന്ത്യ ലീവ് ചോദിച്ചത്? ഇന്ദുവിന്റെ ബ്രദർ മരിച്ച ദിവസമായിരുന്നു ഇന്ന്. അതാ കുട്ടി ലീവ് ചോദിച്ച. എന്താ എന്താ പറ്റേ? ഒരു നായ കുറുകെ ചാടി. ഞാൻ പേടിച്ചുപോയി. ബ്രേക്ക് ചവിട്ടിയത് നന്നായി, അല്ലെങ്കിൽ അതിന്റെ ജീവൻ തീർന്നേനെ. ഹലോ. ആ ഓക്കെ. ആ ശരി. അതിനെന്താ, ഞാൻ വരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആ എന്താ ആദർശേട്ടാ? നമ്മുടെ ബീച്ച് സൈഡിലെ പ്രോജക്റ്റിൻ്റെ കാര്യത്തിന് ഒരാൾ എനിക്ക് ഉടനെ പോയി കാണണം. ഞാൻ ഓഫീസിൽ വിളിച്ച് വണ്ടി വിടാൻ പറയാം. താൻ അതിൽ വീട്ടിലേക്ക് പോകും. വേണ്ട, ആദർശേട്ടൻ പൊയ്ക്കോ. ഞാനൊരു ക്യാബ് പിടിച്ച് പൊയ്ക്കോളാം, അല്ലെങ്കിൽ ഓട്ടോ വിളിക്കാം. ആദർശേട്ടൻ പൊയ്ക്കോളൂ. സോറി കേട്ടോ. ശേ, അതിനെന്തിനാ സോറിയൊക്കെ? കമ്പനിയുടെ ആവശ്യം നടക്കട്ടെ. ആദർശേട്ടൻ പോയിട്ടോ. ശരി. അല്ല ഹരിയേട്ടാ, വീട് മാറുന്ന കാര്യം എന്തായി? ഞാൻ ഓണറുമായി സംസാരിച്ച് അഡ്വാൻസ് കൊടുക്കുന്ന സ്റ്റേജ് വരെ കാര്യങ്ങൾ എത്തിയതാ. പിന്നെന്താ താമസം? ലോൺ തരാൻ ബുദ്ധിമുട്ടില്ലാന്ന് മാനേജർ പറഞ്ഞിരുന്നതല്ലേ? അതെ, അതുകൊണ്ടൊന്നുമല്ല. മീരമോള് വിളിച്ചിരുന്നു. അവർക്ക് ആദർശിന്റെ വീട് മാറാൻ ചില പ്ലാനുകളുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊരു തീരുമാനമായിട്ട് മാറാന്നാ ഞാൻ കരുതിയത്. അത് ശരിയാ. മീരമോളുടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ല ഹരിയേട്ടാ, അവരെന്താ പെട്ടെന്ന് വീട് മാറുന്നത്? കൈലാസത്തിൽ പോയ സുഭദ്രേച്ചി തിരിച്ചു വരാറായി. ഇപ്പൊ അവിടെ അഭിരാമിയും ഭർത്താവും ഉണ്ടല്ലോ. ആ വീട്ടിൽ എല്ലാവർക്കും കൂടി നിൽക്കാൻ സൗകര്യമില്ലെന്നാ പറയുന്നത്. അത്രയും വലിയ വീട്ടിൽ സൗകര്യക്കുറവോ? അത് കൊള്ളാലോ. അതൊക്കെ അവരുടെ കാര്യങ്ങളല്ലേ. അല്ല, അപ്പൊ ആ അഭിരാമി ഉടനെ ഒന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ? എനിക്കറിയില്ല ബീന. പിന്നെ ആ കാര്യത്തിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. സ്വന്തം മക്കൾ എപ്പോഴും കൂടെ വേണമെന്നല്ലേ എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കൂ. അപ്പൊ പിന്നെ ആദർശിന്റെ അമ്മ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? ശരിയാ. നമ്മൾ അവർക്കരികിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നത് പോലും മോളടുത്തുണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ? അതെ, മക്കൾ എത്ര വലുതായാലും അച്ഛനമ്മമാർക്ക് അവര് കുഞ്ഞുങ്ങൾ തന്നെയാ. അതുകൊണ്ടാ ഹരിയേട്ടാ സൂരജിനെ ഞാൻ ജോലിക്കെന്നും പറഞ്ഞ് ദൂരത്തേക്കൊന്നും അയക്കാത്തത്. അവൻ കൂടെ വേണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ മീര വിചാരിച്ചാൽ എന്റെ ആ ആഗ്രഹവും നടക്കും. ആ കാര്യത്തിൽ മീര എന്ത് ചെയ്യാനാ ബീന? ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നത് ആദർശം അമ്മയും അല്ലേ? അതെ, പക്ഷേ മോൾക്കും അഭിപ്രായം പറയാലോ. ആ, അതൊക്കെ അവസരം വന്നാ മോള് പറയും. അതെനിക്കറിയാം ഹരിയേട്ടാ. അവൾക്ക് സൂരജിനോട് പ്രത്യേക സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ഏതായാലും അവര് വീട് മാറുന്ന കാര്യം മോള് വിളിച്ചു പറഞ്ഞ് നന്നായി. അല്ലെങ്കിൽ ലോൺ എടുത്ത് അബദ്ധം കാണിച്ചതുപോലെ ആയേനെ. അതെ, മീരമോൾക്ക് നമ്മുടെ പരിമിതികൾ അറിയാലോ. അതുകൊണ്ട് അതനുസരിച്ച് മാത്രമേ അവൾ എന്തും ചെയ്യൂ. അതെ. മീരെ ആദർശം സാവിത്രിയമ്മയെ കാണാൻ പോകുന്നുണ്ടെന്നാ പറഞ്ഞത്. അതെന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? വിവാഹം കഴിഞ്ഞ് ഇതുവരെ അവർക്ക് അവിടെ പോകാൻ സാധിച്ചില്ലല്ലോ. ഇപ്പൊ ധന്യയും മനോജും അവിടെ ചെന്ന് വിരുന്നിന് വിളിച്ചതല്ലേ. അപ്പൊ പിന്നെ ചെന്നാൽ രണ്ടു കാര്യം നടക്കുമല്ലോ. ഓ, അപ്പൊ അതാണ് കാര്യം. ആ ധന്യയുടെ മുമ്പിൽ എന്നെ തോൽപ്പിക്കാനാണോ മീരയുടെ തീരുമാനം? മോൾ അവിടെ പോകുന്നത് ബീനയുടെ തോൽവിയാകുന്നത് എങ്ങനെയാ? അതെന്താ ഹരിയേട്ടൻ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അന്ന് ധന്യ കാണിച്ച അഹങ്കാരം ഹരിയേട്ടൻ നേരിട്ട് കണ്ടതല്ലേ. ഇനി മീര അവിടെ ചെന്നാ എന്നെക്കാളും വില മീര ധന്യക്ക് കൊടുക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ബീനയ്ക്ക് ഇതെന്താ പറ്റിയത്? സാവിത്രി അമ്മ മീരയുടെ മുത്തശ്ശിയാ. മായ പോയതിനു ശേഷം എന്റെ മോളെ വളർത്തിയത് അമ്മയാ. ആ സാവിത്രി അമ്മയുടെ അടുത്ത് പോകാൻ പാടില്ലെന്നാണോ ബീന പറഞ്ഞു വരുന്നത്? വേണ്ട ഹരിയേട്ടാ, ഇത് സാവിത്രി അമ്മയെ കാണാനുള്ള പോക്കൊന്നുമല്ല. ധന്യയുടെ ക്ഷണം സ്വീകരിച്ച് പോകുന്ന തന്നെയാ.
എനിക്കത് അപമാനോ. അത് മീരയ്ക്ക് അറിയാൻ ചെയ്യാം. എന്റെ സ്ഥാനത്ത് മായയായിരുന്നെങ്കിലോ, മായയാണ് ധന്യ അപമാനിച്ചിരുന്നെങ്കിൽ മീര അവിടെ പോവോ? ഇല്ലല്ലോ. ബീന എന്തൊക്കെയായി പറഞ്ഞു കൂട്ടുന്നത്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഹരിയേട്ടന് മനസ്സിലായി എന്ന് എനിക്കറിയാം. എന്നിട്ട് അറിയാത്തതുപോലെ അഭിനയിക്കുക. എല്ലാവർക്കും ഞാൻ രണ്ടാനമ്മയാ. ആ ഒരു പരിഗണന എനിക്ക് തരുന്നുള്ളൂ. പക്ഷേ ഞാൻ എന്റെ സ്വന്തം മോളായ മീരമോളെ കാണുന്നത് അതിന്റെ സ്വാതന്ത്ര്യത്തിലാ ഓരോന്ന് പറയുന്നതും. മീരയും ഞാനും ബീനെ മീരയുടെ അമ്മയായിട്ട് തന്നെയാ കാണുന്നത്. പിന്നെ ബീനയുടെ ഉള്ളതുപോലെ മീരയ്ക്ക് സാവിത്രി അമ്മയോടും മനോജിനോടും കടമകളുണ്ട്. അതും അവൾക്ക് ചെയ്തേ മതിയാവൂ. നിങ്ങൾ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിൽ എന്റെ മോളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ അവൾ സന്തോഷമായിട്ടിരിക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഒന്നിന്റെ പേരിലും അവൾക്ക് വിഷമം ഉണ്ടാവരുത്. ഹരിയേട്ടൻ എന്താ എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാത്തത്? ബീനയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ട് കൂടിയാ ഞാൻ ഓരോന്നും പറയുന്നത്. എന്റെ ജീവിതത്തിലേക്ക് ബീന വരാൻ കാരണം ധന്യയാണ്. അതിടയ്ക്ക് ബീനയെ മറക്കുന്നുണ്ട്. പരസ്പരം പിണങ്ങാനും വഴക്കടിക്കാനും എളുപ്പമാണ്. മനസ്സിലാക്കി സ്നേഹിക്കാനാ പാട്. പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്ക്, അപ്പൊ എല്ലാം ശരിയാവും. ആദർശേട്ടാ, ചായ. അവിടെ വയ്ക്കേ. എടോ, നമ്മളൊരു ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടേ അത് പെൻഡിങ് ആയിപ്പോയി. താൻ അതിനെക്കുറിച്ചൊരു പരാതി പോലും പറഞ്ഞില്ലല്ലോ. അത് ശരി, ഞാൻ പരാതി പറയാത്തതാണോ ആദർശേന്റെ പ്രശ്നം? നമുക്കിപ്പോ കമ്പനിയിൽ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടല്ലോ. അതൊക്കെ ഒന്ന് കഴിയട്ടെ. മുടങ്ങിക്കിടക്കുന്ന പ്രൊജക്ടിന്റെ കാര്യം മിനിസ്റ്റർ അറിയിച്ചതല്ലേ ഉള്ളൂ. നമുക്കത് തുടങ്ങാൻ പറ്റിയില്ലല്ലോ. ആദ്യം അതൊക്കെ ഒന്ന് കഴിയട്ടെ. ഞാനും അത് തന്നെ പറയാൻ വന്നത്. ആ പ്രോജക്റ്റ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം. സ്വിറ്റ്സർലൻഡിൽ ഇപ്പൊ നല്ല കാലാവസ്ഥയാ. തനിക്ക് ഓക്കെ ആണോ? അതോ പാരീസ് മറ്റും നോക്കണോ? അതൊക്കെ ആദർശേന്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. എന്നോട് ചോദിച്ചാൽ ഞാൻ വൃന്ദാവനോ മധുരയൊക്കെ പറയൂ. ആ ഹലോ, ആ പറഞ്ഞോളൂ. എന്തു? എപ്പോ? കൺഫേം ആണോ? ദൈവമേ, എന്തൊരു കഷ്ടം ഇത്. ആ ശരി, ഓക്കെ. എന്താ ആദർശേട്ടാ? എടോ, ട്രാൻസ്ഫർ ആയി വന്ന നമ്മുടെ എന്തും ഇല്ലേ, സൂയിസൈഡ് ചെയ്തു. ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ആയിരിക്കും. ഇന്നലെ ഞാൻ ആ കുട്ടി വഴക്ക് പറയണ്ടായിരുന്നു. ഇപ്പൊ ആലോചിച്ചപ്പോ വല്ലാതെ കുറ്റബോധം തോന്നുന്നു. അയാളുടെ ബ്രദർ മരിച്ച ദിവസം തന്നെ എൻ്റെ അടുത്തുനിന്ന് വഴക്ക് കേൾക്കേണ്ടി വന്നതും എല്ലാം കൂടി ഒരു ഷോക്കായി കാണും. ആദർശൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങൾ വെയിറ്റ് ചെയ്യും സർ. ആരോ വന്നല്ലോ. എന്തുകൊണ്ട് കാര്യം പറയാൻ വന്നതായിരിക്കോ? അറിയില്ല. ഞാൻ വെള്ളം എടുത്തേ. ചായല്ല, വെള്ളം മതി. ആദർശില്ലേ മാഡം? ഉണ്ടല്ലോ. ഒന്ന് വിളിക്കാമോ? അല്ല, എന്താ സാർ, എന്തു പറ്റി? സാറ് യൂണിഫോമിലായോണ്ട് ചോദിച്ചതാ. ഒഫീഷ്യലി വരുമ്പോ എന്തെങ്കിലും കേസിന്റെ കാര്യമായിരിക്കുമല്ലോ എന്ന് കരുതി. കേസിന്റെ കാര്യം തന്നെ. അല്ല, സാർ അകത്തേക്ക് കയറിയിരിക്കില്ല.
അല്പം ധൃതിയുണ്ട് മാഡം. ആദർശിനൊന്ന് വിളിച്ചാൽ സൗകര്യമായി. ആ സർ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ആദർശ്. ഗുഡ് മോർണിംഗ് സർ. അല്ല, എന്താ സാർ ഇവിടെ? കാര്യങ്ങളൊക്കെ ആദർശിന് അറിയാമായിരിക്കുമല്ലോ. കമ്പനിയിലെ ഒരു സ്റ്റാഫ് സൂയിസൈഡ് ചെയ്തെന്ന് കോള് വന്നിരുന്നു. അക്കാര്യമാണോ? അതെ. ആരാ ആദർശ്? കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്ന പുതിയ കുട്ടിയാ, ഇന്ദു. അതെന്താ അങ്ങനെ? ആ കുട്ടി എന്തിനാ സൂയിസൈഡ് ചെയ്തത്? മാഡം, അതൊരു സൂയിസൈഡ് അല്ല, പിന്നെ? അതൊരു കൊലപാതകമാണ്. ആ കുട്ടിയെ ഇല്ലാതാക്കിയ ശേഷം ആരോ സൂയിസൈഡാക്കി ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. എന്റെ ഭഗവാനെ, എന്തൊക്കെയായി കേൾക്കുന്നത്? കഷ്ടകാല സമയം എന്നല്ലാതെ എന്തു പറയാനാ? ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളാണല്ലോ. ആരാ അത് ചെയ്തതെന്ന് മനസ്സിലായോ സർ? ഞങ്ങളതിന്റെ അന്വേഷണത്തിലാണ്. ആരായാലും അയാളെ വെറുതെ വിടരുത് സാർ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇല്ലാതാക്കിയിട്ട് ഇവനൊക്കെ എന്ത് നേടാനാ? നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിയിട്ട് ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്യണം സാർ. കമ്പനിയുടെ എല്ലാ സപ്പോർട്ടും പോലീസിനുണ്ടാവും. അത് മതി മാഡം. ഇവിടെ നിങ്ങളെല്ലാവരും എനിക്ക് നേരിട്ട് അറിയാവുന്നുള്ളതല്ലേ, അതുകൊണ്ടാ ഞാൻ നേരിട്ട് വന്നത്. എന്തായാലും ആദർശിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചോദിച്ചോളൂ സാർ. എന്താണെങ്കിലും ഡീറ്റെയിൽസ് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഈ ഇന്ദുവിനെ ആദർശിന് നേരിട്ട് പരിചയമുണ്ടോ? ഉണ്ട് സാർ. ഇന്ദു ഞങ്ങളുടെ കമ്പനിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. എന്നാലും ഞാനങ്ങനെ ചോദിച്ചതിന് തെറ്റിദ്ധരിക്കരുത്. ഒരു വലിയ കമ്പനിയുടെ MD സ്റ്റാഫുകളെ എല്ലാവരും പരിചയപ്പെട്ടിരിക്കണമെന്നില്ലല്ലോ. അതെ. ആട്ടെ, എത്ര നാളായി ഈ ഇന്ദു ദേവ ബിൽഡേഴ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? അതിന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബാംഗ്ലൂർ ഓഫീസിലാണ് ഇന്ദു ജോയിൻ ചെയ്തത്. ഡീറ്റെയിൽസ് ഞാൻ അവിടുന്ന് സാറിന് കളക്ട് ചെയ്ത് തരാം. ഓക്കെ. അല്ല, എൻ്റെ ഒരു ഊഹം 1 വർഷത്തിൽ താഴെ ആയുള്ളൂന്നാ. ആ കുട്ടിയെ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? പാരൻസിന് എന്തോ വയ്യാതായതുകൊണ്ട് അവരെ നോക്കാൻ വേണ്ടി ആ കുട്ടിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണമായിരുന്നു. അതുകൊണ്ട് ട്രാൻസ്ഫർ കിട്ടില്ല എന്ന് കരുതി ഇന്ദു ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയത്ത് സീനിയർ HR മാനേജർ ഇവിടെ ഒരു പോസ്റ്റ് ഉള്ളതിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നടത്താതെ ഇന്ദുവിനെ അപ്പോയിന്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയ പറഞ്ഞു. ഓ, അങ്ങനെയാണ് ഇന്ദു ഇവിടെ വന്നതല്ലേ? ഈ ഇന്ദു ദേവ ബിൽഡേഴ്സിൽ ജോലിക്ക് വരുന്നതിന് മുമ്പ് ആദർശന കുട്ടി അറിയാമായിരുന്നു? ഇല്ല സാർ. എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഹേയ്, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ അന്വേഷണമാകുമ്പോ എല്ലാ വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കണമല്ലോ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇന്ദുവിന്റെ പെരുമാറ്റത്തിലോ ജോലിയിലോ എന്തെങ്കിലും പ്രത്യേകതകൾ ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? സർ, അത് ഇല്ല, എല്ലാം നോർമലായിരുന്നു സാർ. അല്ല, മീര എന്തോ പറയാമെന്നല്ലോ. അത് ആദർശേട്ടൻ പറഞ്ഞത് തന്നെ. ഓക്കെ, അതിരിക്കട്ടെ. ആദർശ് ഇന്ദുവിനെ കാണാൻ ഇന്നലെ അവരുടെ വീട്ടിൽ പോയിരുന്നു? ഇല്ല. ആർ യു ഷുവർ? അതെ. എന്താ സാർ? ആദർശ് എന്തിനാ നുണ പറയുന്നെന്ന് എനിക്കറിയില്ല. ആദർശ് ഇന്നലെ ഇന്ദുവിന്റെ വീട്ടിൽ പോയതിന് സാക്ഷികളുണ്ട്. ആ സ്ട്രീറ്റിലെ CCTV ക്യാമറയിൽ ആദർശിന്റെ കാറ് വരുന്നതും പോകുന്നതും ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. പിന്നെ അതിൽ ആദർശിന്റെ മുഖവും വ്യക്തമാണ്. ഇനി പറയ്, ആദർശ് ഇന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നോ? അത് ഞാൻ പോയിരുന്നു സാർ. ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാം. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഇന്ദുവിനെ കാണാൻ പോയത് ഓഫീസിലെ ഒരു കാര്യത്തിനാ. ആദർശ്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ ഡീറ്റെയിൽ ആയി സംസാരിക്കാം. ആദർശ് കുറ്റവാളിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ആ പെൺകുട്ടിയെ കൊന്നത് ആദർശ് ആണെന്നും ഞാൻ പറഞ്ഞില്ല.
ആദർശ് അവിടെ പോയതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വിശദമായിട്ട് മൊഴിയെടുക്കണം. ഇവിടെ ഇപ്പോ അതിന് ബുദ്ധിമുട്ടാണ്. ആദർശ് ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറായില്ലെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. ഞാൻ വരാം സർ. ഓക്കെ, ഗുഡ്. സർ സർ. ആദർശിനെ വണ്ടി കൊണ്ടിരുത്ത്. ശരി സർ. സർ അത് ഒന്നും പേടിക്കണ്ട മാഡം. ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാൻ വേണ്ടിയാ, മറ്റൊന്നിനുമല്ല. വരും. കൊണ്ടുപോ. ചെല്ലേ. ആ